നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. AMMയുടെ വിഷയം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. ഏകദേശം ഇപ്പോൾ കാര്യങ്ങളൊക്കെ കെട്ടടങ്ങി, എല്ലാ വിവാദങ്ങളും അവസാനിച്ചു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ആൾക്കാരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു ഡിസ്കഷൻ ഈ ഒരു വിഷയത്തിൽ നടക്കുന്നില്ല. ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ താല്പര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു ആ 20 മിനിറ്റ് ആ യോഗത്തിൽ അമ്മയുടെ യോഗത്തിൽ അൻസിബ സംസാരിച്ചത്? അൻസിബ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാരണം വെച്ചാൽ മാലാപാർവതിയുടെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയത്ത് അവർ പറഞ്ഞു 20 മിനിറ്റ് ആ കുട്ടിയുടെ സംസാരം ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്, ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആ 20 മിനിറ്റ്സ് അവർ സംസാരിച്ചതിൽ ലിറ്ററലി എല്ലാവരും സിപ്പ് ചെയ്ത അവസ്ഥയിലായിപ്പോയി. ഒരാൾക്കും ഒരു മറുപടി പോലും പറയാൻ ഒരു മറുപടി പോലും പറയാൻ ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞോടുകൂടി ഒരു 95% ആൾക്കാരും അവിടെ കൈയടിച്ച് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ശ്വേതാ മേനോൻ അവിടുന്ന്, അത് കഴിഞ്ഞോടുകൂടി ശ്വേതാ മേനോൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ, രാജിവെച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ സംസാരിച്ചിട്ടുള്ളതെന്ന് അറിയാൻ ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസ് അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ആ വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇന്നലെ മുതൽ അൻസിബയുടെ 2-3 ഇൻ്റർവ്യൂസ് 2-3 ചാനൽസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചില ക്ലിപ്സും ഞാൻ പ്ലേ ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് പറയാനുണ്ട്. ഈ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് നിങ്ങൾ എത്ര പേര് ഇൻ്റർവ്യൂ കണ്ടു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് നമ്മൾ തുടക്കം തൊട്ടേ അൻസിബയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്നത് ബിഗ് ബോസ് ആണ്. ഞാൻ എപ്പോഴും അങ്ങനെ റെഫർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിഗ് ബോസ് 24/7 ആ ഒരു സീസൺ കണ്ടു. പ്രത്യേകിച്ച് അൻസിബയുടെ എല്ലാ കാര്യങ്ങളും കണ്ടു. കട്ടിൽ സിബ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടി, അത് നമ്മൾ വിമർശിക്കുന്ന സമയത്ത് പറയുകയും ചെയ്യും, കട്ടൽ സിബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു വ്യക്തി. ഒരു എന്താ പറയുക, അൻസിബയുടെ ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടത് വളരെ ബോൾഡാണ്. അൻസിബയുടെ ബോൾഡ്നെസ്, ക്ലാരിറ്റി, കോൺഫിഡൻസ്, പിന്നെ ഏതൊരു വിഷയം എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ അത്രയും കൃത്യമായിട്ട് ഡീപ്പായിട്ട് നോളേജ്, പിന്നെ അതിനെ വളരെ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ നിഷ്പക്ഷമായിട്ട് അവതരിപ്പിച്ച് ചിന്തിക്കുന്ന അതൊരു സ്പെഷ്യൽ കഴിവായിട്ട് എനിക്ക് അൻസിബയിൽ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഇന്നത്തെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത്. കാര്യം എന്താണെന്നറിയോ, നിഷ്പക്ഷം, ബയാസ്ഡ് അല്ല എന്ന് അതായത് വേറെ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു യൂത്ത് ആയിട്ടുള്ള, ഇന്നിപ്പോൾ അതിൽ യൂത്ത് സ്റ്റാർസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. ടൊവിനോ, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, പുരുഷന്മാർ ഒരുപാട് പേരുണ്ടെങ്കിൽ കൂടി ഇവരൊക്കെ സംസാരിക്കുന്ന പൃഥ്വിരാജ്, ഇവരൊക്കെ സംസാരിക്കുന്ന, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പൃഥ്വിരാജിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് ഒരുപാട് കാണുന്നതാണ്. നമുക്ക് കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇൻ്റർവ്യൂസാണ്. അതേപോലെയാണ് ഇന്ന് എനിക്ക് അൻസിബയുടെ ഇൻ്റർവ്യൂ ഫീൽ ചെയ്തിട്ടോ. അത് എത്ര പേര് കണ്ടു പറയില്ല, ഇത് വിഷയം നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല, അമ്മയാണ്, അത് അങ്ങനത്തെ ഒരു കാര്യമാണ്, അത് അവരുടെ കാര്യമാണ്, താരസംഘടനയൊക്കെ. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ അവർ പറയുന്ന സമയത്ത് അങ്ങനത്തെ ആൾക്കാർ ഇന്നുള്ള പല സോഷ്യൽ ഇഷ്യൂസിലും ഇതിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ സോഷ്യൽ ഇഷ്യൂസിൽ എന്തെങ്കിലും സമൂഹത്തിലേക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ചർച്ച ചെയ്യണം, അതിൽ കാര്യങ്ങൾ പ്രതികരിക്കണം എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഗ്രഹിച്ചു പോകും. ഓക്കെ, ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് അൻസിബേനെ ഈ വക കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അൻസിബയെ എന്തുകൊണ്ട് ഇവർ തഴഞ്ഞു എന്നുള്ളത് ആ കുട്ടിയുടെ സംസാരം കേട്ടാൽ മനസ്സിലാവും. കാരണം അതിനൊന്നും വെച്ച് പൊറുപ്പിക്കാൻ ഇതുപോലുള്ള ആൾക്കാർക്ക് പറ്റില്ല. കാരണം അവർ ഫ്രോഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവരൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്ന സംഭവങ്ങളിൽ ഫ്രോഡ് കളികളുണ്ട്. അവർക്ക് വേറെ പല സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടും പല കാര്യങ്ങൾ ഇതിൽ വന്നു നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു കാരണവശാലും സഹിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അൻസിബ എന്നുള്ളത് ആ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് മനസ്സിലായി. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ സീറ്റ് നിഷേധം, പിന്നെ എക്സ്ട്രാവജൻസ്, ഒരുപാട് ധൂർത്ത്, അമ്മയിലുള്ള ധൂർത്ത്, ഇതൊന്നും നമ്മളെ സംബന്ധിച്ച കാര്യമല്ല. ഞാനതുകൊണ്ട് പറയുകയാണ്, ഈ ഒരു വിഷയം താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം കാണാട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് ഇവർ സംസാരിച്ചെന്നുള്ള ചില കാര്യങ്ങൾ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു വെൽഫെയർ ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിലുള്ള ആൾക്കാർക്ക്, ഈ മരുന്നിൻ്റെ. അപ്പോൾ അൻസിബയ്ക്ക് ഇൻചാർജ് അതായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അൻസിബേനെ ഈ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്ന സംഭവമുണ്ട്, ഇതിന് മാത്രം ഇപ്പോൾ എന്തൊരു കാര്യമുള്ളത് ഇവർ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഇത്രയധികം സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അൻസിബയ്ക്ക് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്ന സമയത്തിനുള്ള ആ ഒരു മറുപടിക്ക്, ആ ഒരു ക്വസ്റ്റ്യനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് സഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ
ഈ മരുന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഈ അൻസിബ പ്രവർത്തിച്ചതെന്നുള്ളതും അവർക്ക് എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്ക് ഓരോ മെമ്പേഴ്സിലേക്കും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അവർ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവരുടെ ഈ ഒരു ഇൻ്റർവ്യൂ പറയുന്ന സമയത്ത് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ പറയുന്നത് മല്ലിക സുകുമാരൻ്റെ കേസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടോ. എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂവിൽ ചെറിയ പോർഷൻ ഞാൻ പ്ലേ ചെയ്യാം. സഞ്ജീവിനി മെഡിസിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ അംഗമായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന് ഒരു മെഡിസിൻ കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഞ്ജീവിനി പ്രോജക്റ്റ് ആലോചിച്ച സമയത്ത് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞ കമ്മിറ്റിയായിരുന്നു സഞ്ജീവിനി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് സിദ്ദിഖിക്കൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ രാജിവെച്ച് പോകുന്നതിൻ്റെ മുന്നേ തന്നെ സഞ്ജീവിനി പദ്ധതിയെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതറിയുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ മെമ്പറല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ മെമ്പറിനല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വിഷ്ണു ഉണ്ണികൃഷ്ണനെ വിളിച്ച് സംസാരിക്കുകയും അതിന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാക്സിമം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ വേറെ 2 കൊട്ടേഷനും കൂടെ വിളിച്ചു. എപ്പോഴും ഒരു 3 കൊട്ടേഷനെങ്കിലും വിളിച്ചിട്ട് ഏറ്റവും കുറവേ നമ്മൾ എടുക്കാറുള്ളൂ. വേറെയും 2 കൊട്ടേഷൻ വിളിച്ചു. ആ 2 കൊട്ടേഷനേക്കാളും കുറവ് തന്നെയായിരുന്നു വിഷ്ണുവിൻ്റെത്. അങ്ങനെ ഈസി പാസ്സാക്കിയതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനി മുഖേന നമുക്ക് ഈ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും സഞ്ജീവിനി പദ്ധതി പ്രകാരം മെഡിസിൻസ് കൊടുക്കാമെന്നുള്ളത്. അതിന് മെഡിസിൻസ് കൊടുത്തു. വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ മെഡിസിൻസ് എല്ലാവർക്കും കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സഞ്ജീവിനി പദ്ധതി നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുക. അവരുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കും പലരുടെ. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊടുക്കണമൊക്കെ ഉണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ മെഡിസിൻ കമ്പനിയിൽ നിന്ന് കൃത്യമായിട്ട് മെഡിസിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കമ്മിറ്റി വന്നപ്പോഴേക്കും ഒറ്റയടിക്ക് അതങ്ങ് മാറ്റി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയിൽ നിന്ന് മെഡിസിൻസ് പോകേണ്ട ആവശ്യമില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. ഈസിയിൽ അതൊന്നും പറഞ്ഞ് പാസ്സാക്കിയൊന്നുമില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെത് മാറ്റി അടുത്തൊരു കൊട്ടേഷൻ വിളിച്ചിട്ട് അതിനേക്കാളും കുറവ് വേറൊരാൾ തരികയാണെങ്കിൽ തന്നോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. എപ്പോഴും പൈസ കുറഞ്ഞിട്ട് ക്വാളിറ്റി കൂടുതലുള്ള മെഡിസിൻസ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവരെ തന്നെ നമുക്ക് വയ്ക്കുള്ളൂ. എല്ലാ വർഷവും നമുക്ക് കൊട്ടേഷൻ വിളിക്കാം. പുതിയ കമ്മിറ്റി വന്നപ്പോഴും കൊട്ടേഷൻ ഇവർ തന്നെ വെക്കുന്നു, ആരൊക്കെയോ തീരുമാനിക്കുന്നു. ഇതങ്ങ് മാറ്റിയിട്ട് വേറെ ഏതൊക്കെയോ മെഡിസിൻ കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ മെഡിസിൻസ് അയക്കുന്നു. അപ്പോൾ ബേസിക്കലി ഒറ്റ സ്ഥലത്തുനിന്ന് മെഡിസിൻ പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് മെഡിസിൻ പോകാൻ തുടങ്ങി. നമുക്കിതിൻ്റെ കണക്കൊന്നും തരുന്നില്ല. ഇത് ഏതൊക്കെ മെഡിസിൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും മരുന്നുകൾ പോണതെന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല കമ്മിറ്റിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇതിനുത്തരമില്ല. അപ്പോൾ ഇത് അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും ഉത്തരമില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഇതിലൊരു അഴിമതിയുടെ എലിമെൻ്റ് ഉണ്ട്. വളരെ കൃത്യമായിട്ട് ഇതിൽ അഴിമതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. ഇനി അൻസിബയ്ക്കെതിരെ ആരോപിച്ചിട്ടുള്ളൊരു അൻസിബേനെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ജിഹാദി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ എന്താ അറിയോ? അൻസിബ ഈ ഇൻ്റർവ്യൂവിൽ ഇത് പറയുന്നുണ്ട്. ഞാൻ ആ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. ജിഹാദി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അൻസിബേനെ മുദ്ര കുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഓൾറെഡി ചർച്ച ചെയ്തൊരു വിഷയമാണ്. അൻസിബ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാളെ തകർക്കണം എന്നുണ്ടെങ്കിൽ മതപരമായിട്ട് മതപരമായിട്ടൊരു ചാപ്പ അടിച്ചു കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്ന് സംഘി അല്ലെങ്കിൽ ജിഹാദി. പിന്നെ സംസാരിക്കാൻ കഴിയില്ല. പിന്നെ അവിടെ ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ കേസിൽ തന്നെ സംഭവിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ പിടിച്ചിട്ട് സംഖ്യക്കും. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ടും പറഞ്ഞ ആളാണെന്ന് തന്നെ ആരും കണക്കാക്കില്ല. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ വായ അടപ്പിക്കാനാണ് ഇതിന് ജിഹാദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേബൽ അടിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അൻസിബ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇവരിങ്ങനെ കാര്യമായിട്ട് അങ്ങനെ മതപരമായിട്ടുള്ള സംഭവങ്ങളൊന്നും തട്ടിടുക, പള്ളിയിൽ അങ്ങനെ റെഗുലറായിട്ട് പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് അൻസിബ. അങ്ങനത്തെ ഒരു വ്യക്തിയെ ജിഹാദി എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത് മര്യാദയ്ക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ അതിനനുസരിച്ച് ജീവിക്കുന്ന ദീനിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവരിത് എങ്ങനെ ഈ ഒരു പ്രഷർ താങ്ങാൻ കഴിയും? അവരെ കൊണ്ട് ഒരിക്കലും ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇത് പറയുന്ന ആൾക്കാർക്ക് അറിയാം. ലക്ഷ്മിപ്രിയയുടെ കേസിൽ തന്നെ ഇപ്പോൾ പൊന്നമ്മ ബാബുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ലക്ഷ്മിപ്രിയയുടെ വായിൽ നിന്നാണ് ജിഹാദി എന്ന പരാമർശം കൂടുതൽ കേട്ടിട്ടുള്ളത്. ഒരു സഹപ്രവർത്തകനെ പരിപാടിക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോഴും ലക്ഷ്മി പറഞ്ഞു അവർ വേണ്ട ജിഹാദിയാണെന്ന്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ലക്ഷ്മിപ്രിയ ചെയ്തിട്ടുള്ളത്, വളരെ മോശമായിട്ടുള്ള കാര്യം. അപ്പോൾ എത്രത്തോളം അതിൻ്റെ മനസ്സ് മലിനാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്നുവെച്ചാൽ ഇത് വളരെ ഒരാളെ തകർക്കാൻ പറ്റിയ സിമ്പിൾ സാധനമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ സാധനം കൊണ്ട് ഇറക്കിയാൽ മതിയില്ല. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ഇത് മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് ലക്ഷ്മിപ്രിയയ്ക്ക് നിലം തൊടാതെ പോകേണ്ട അവസ്ഥ.
അംഗങ്ങൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, കാരണം ഇത് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ജനറൽ ബോഡിയിൽ ഞാൻ ഈ 22 മിനിറ്റ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. എൻ്റെ പിന്നെ എല്ലാത്തിൻ്റെയും പ്രൂഫ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ നോക്കി പറയാത്തത് കൊണ്ട് ചില പോയിൻറ്റ്സൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ചില കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അത് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല, അപ്പോൾ അതിന് നമുക്ക് ഭയങ്കര വിഷമാവും. അത് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആളെ പരിഹസിക്കുക, അല്ലെങ്കിൽ മോശക്കാരിയാക്കുക, അങ്ങനെ കുറേ അനുഭവിക്കേണ്ടി വന്നു. അല്ല, എന്നെ ഈ കമ്മിറ്റി വന്ന ഉടനെ ആദ്യത്തെ തീരുമാനം അൻസിബ ഇനി സഞ്ജീവനി ചെയ്യേണ്ടതെന്നായിരുന്നു. ആദ്യത്തെ തീരുമാനം തന്നെ ഇനി സഞ്ജീവനി പദ്ധതി അൻസിബ ചെയ്യേണ്ട. പകരം റോണി ഡേവിഡ്, ജയൻ ചേർത്തല, ആശ അരവിന്ദ് ചേച്ചി, ഒരു 3 പേര് വരുന്നു. റോണി ഡേവിഡ് ആയിരുന്നു ഇതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റി. അപ്പോൾ ഓക്കെ, അവർ മാറ്റിയിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു ഡോക്ടറും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കെന്തായാലും ഡോക്ടറുടെ അത്രയും മെഡിസിനെ പറ്റിയുള്ള അറിവൊന്നുമില്ല. സാധാരണ നമുക്കറിയാവുന്ന പോലെ ഡോളോ 650 എങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പക്ഷേ എന്നെ മാറ്റിയതാണെന്ന് എനിക്കറിയാം, ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സഞ്ജീവനിയിൽ നിന്ന് മാറ്റിയെന്ന്. ഞാൻ സഞ്ജീവനി അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ബ്രോഡ്കാസ്റ്റ് എനിക്കുണ്ടായിരുന്നു, കാരണം എല്ലാ വിവരങ്ങളും അപ്പോൾ അറിയിക്കാൻ വേണ്ടി, അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല അൻസിബ അത് പറയാൻ പാടില്ല, അൻസിബ ഇതിൽ നിന്ന് മാറ്റിയ കാര്യം ആരോടത്തും പറയണ്ടേ, ഇപ്പോൾ എന്നെ പറയാൻ സമ്മതിച്ചില്ല. അത് നമ്മൾ പറഞ്ഞു. ഈ ചെറുപ്പക്കാർ ഇതിലൊക്കെ എന്താ കാര്യങ്ങൾ, ഇങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് കാര്യമായിട്ട് കഴിവൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ വേറെ കഴിവില്ല എന്നല്ല, കഴിവുണ്ടായിട്ടും പല അജണ്ടകൾ കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാത്ത ആൾക്കാരുണ്ടല്ലോ, പല അജണ്ടകളുള്ള ആൾക്കാർ, അവർക്കൊരു ഈഗോ അടിക്കും. ആ ഒരു സാധനം കൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് വീഡിയോ ഇധികം ലെങ്തി ആക്കുന്നില്ല, കാരണം ന്യൂസ് 18 ഒരുവിധം ഒരുപാട് വീഡിയോസ് ഇതിൽ വരുന്നുണ്ട്. ഇവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ പൃഥ്വിരാജ് പോലത്തെ, പുതിയ കുഞ്ചാക്കോ ബോബൻ പോലത്തെ ഒരുപാട് യുവ ദുൽഖർ, ഇവരൊന്നും ഇതിൽ വരുന്നില്ലല്ലോ, ഇങ്ങനത്തെ മീറ്റിങ്സിന് വരുന്നില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, അപ്പോൾ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടി കിട്ടാനാണ്, അല്ലെങ്കിൽ അതുപോലത്തെ മറുപടികളാണ് പല ആൾക്കാർ, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന മറുപടിയാണ് പല ആൾക്കാരിൽ നിന്ന് വരാം. പക്ഷെ ഇവർ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ഇങ്ങനത്തെ ആൾക്കാർ ഈ മീറ്റിങ്സിന് വരാത്തത് ഇവർക്ക് നേരെ മീഡിയ ഉയർത്തുന്ന ചോദ്യങ്ങൾ, മീഡിയ പഴയ പോലെയല്ല, സോഷ്യൽ മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ ആണെന്നുണ്ടെങ്കിലും പല ചോദ്യങ്ങളും ചോദിക്കും. ഇവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനല്ല, ഇവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള ആൻസേഴ്സ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ അവർക്ക് കഴിയാത്ത രീതിയിലായിരിക്കും അതിനുള്ളത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഈ ഒരു വിഷയം ഇവിടെ തീരുന്നു. എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.